ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ ശനിയാഴ്ച തോറുമുള്ള രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ രാമായണം കഴിഞ്ഞ് 2 വർഷങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് നമ്മൾ കിഷ്കിന്ധാകാന്ഡം വരെയാണ് എത്തിയിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ശ്രീരാമചന്ദ്രമൂർത്തി സുഗ്രീവന്റെ പക്ഷം ചേർന്ന് സുഗ്രീവനെ കൊണ്ട് വാലിയെ ദ്വന്ദ്വയുദ്ധത്തിന് വിളിപ്പിച്ച് വാലിയെ മറഞ്ഞിരുന്ന് അമ്പെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, ധർമ്മിഷ്ഠനായ അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനായ രാമൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നേർക്കുനേർ യുദ്ധം ചെയ്യാതെ വാലിയെ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തത് എന്തിനാണ് എന്ന് പലരോടും നമ്മളും ചോദിച്ചിട്ടുണ്ടാവും, നമ്മളോടും പലരും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാമായണത്തിൽ ആചാര്യന്മാർ എന്താണ് അതിന് മറുപടി പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. വാലി എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് കേട്ടത്? സുഗ്രീവൻ രണ്ടാമത് പോയി വാലിയെ യുദ്ധത്തിന് വിളിച്ചു. ലക്ഷ്മണന്റെ ആ അനുഗ്രഹമുള്ള ആ പൂമാലയെല്ലാം വാങ്ങി കഴുത്തിലിട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവരും ചേർന്ന് പോകുന്നു കിഷ്കിന്ധയിലേക്ക്. കിഷ്കിന്ധയുടെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ വെച്ച് വാലിയെ യുദ്ധത്തിന് വീണ്ടും വിളിക്കുന്നു. വാലിക്ക് അത്ഭുതമായി, എന്തുകൊണ്ടാണ് വീണ്ടും ഒരേ ദിവസം തന്നെ രണ്ടാമതൊരു യുദ്ധത്തിന് വേണ്ടി എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് സുഗ്രീവൻ വന്നിരിക്കുന്നത് എന്ന് ആകെപ്പാടെ അത്ഭുതത്തോടുകൂടി വാലി ചിന്തിക്കുമ്പോൾ താര പറയുന്നു, സുഗ്രീവൻ തന്നെയല്ല, അംഗദന്റെ അനുചരന്മാർ വന്നിട്ട് എനിക്ക് വിവരം തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ രാമനുണ്ട് എന്ന്. ഇക്ഷ്വാകു രാജവംശത്തിലെ 2 രാജകുമാരന്മാരുമായി സുഗ്രീവൻ അടുത്ത കാലത്ത് സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ ബലത്തിലാണ് വന്ന് എന്ത് ചെയ്തിരിക്കുന്നത്? സുഗ്രീവൻ വന്ന് തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്ന് വാലിയോട് ഭാര്യയായിട്ടുള്ള താര വളരെ സങ്കടത്തോടു കൂടി പോവരുത്, അതിൻ്റെ പിന്നിൽ എന്തോ ദുഷ്ടലാക്കുണ്ട് സുഗ്രീവന്. രാമൻ എന്ന് പറയുന്നത് ധർമ്മിഷ്ഠനാണ്, അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാമൻ ഇവിടെ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വാലിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ വാലിക്ക് നിവൃത്തിയില്ല. കാരണം അത്രയ്ക്ക് വെറുപ്പാണ് ആരോട്? സുഗ്രീവനോട്. സുഗ്രീവൻ വന്ന് തനിക്ക് നേരെ ഒരു വെല്ലുവിളി ഉയർത്തിയാൽ ഈ നല്ല വാക്കുകളൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിയുകയില്ല? വാലിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് താരയുടെ ആ നല്ല വാക്കുകളെയും ഉപദേശങ്ങളെയും ഒക്കെ തൂത്തെറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വാലി സുഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? വാലി ആദ്യം വളരെ കഠോരമായിട്ടുള്ള യുദ്ധമായിരുന്നു. അവിടെ 2 പേരും തമ്മിൽ പല്ലും നഖവും ഉപയോഗിച്ച് ഒരുപാട് പേരത് കാണാൻ വേണ്ടി ആകാശത്തും ഭൂമിയിലുമായിട്ട് വന്നു ചേർന്നു. ആ രാജ്യത്തെ പ്രജകളും ദേവന്മാരും എല്ലാം വന്നു ചേർന്നു. അവസാന നിമിഷത്തിൽ സുഗ്രീവനെ വന്നിട്ട് സുഗ്രീവന്റെ ശക്തിയെല്ലാം വാലിയുടെ കഴുത്തിലുള്ള ആ മാലയുടെ അല്ലെങ്കിൽ ആ രത്നമാലയുടെ പ്രഭാവത്താൽ സുഗ്രീവന്റെ പകുതി ശക്തിയും വാലിക്ക് വന്നു ചേർന്നു. സുഗ്രീവൻ ഇപ്പോ കുഴഞ്ഞു വീണും എന്നുള്ള പരുവത്തിലാകുമ്പോൾ വാലി സുഗ്രീവനെ എന്ത് ചെയ്യുന്നു? എടുത്തു പൊക്കി സുഗ്രീവന്റെ തല അടുത്ത് കണ്ട ഒരു കല്ലിൽ ഇടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ആരും പ്രതീക്ഷിക്കാതെ രാമചന്ദ്രമൂർത്തി ഇത്രയും നേരം എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എന്താണ് പ്രവർത്തിക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയും സുഗ്രീവനെയും വാലിയെയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശരം പാഞ്ഞു വന്ന് വാലിയുടെ നെഞ്ചിൽ തറയ്ക്കുന്നു. വാലിയുടെ ശരീരത്തിൽ കൂടി പാസ് ചെയ്തിട്ട് ആ ഒരു ആഘാതത്തിൽ വാലി മലർന്ന് വീഴുന്നു. വാലി ചിന്തിക്കുകയാണ്, ആരാണ് ഈ അജയ്യനായിട്ടുള്ള എന്നെ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളയാൾ? അപ്പോഴാണ് വാലി കാണുന്നത് ആ വളരെ സുന്ദരനായ തൻ്റെ കൊലപാതകിയെ. വാലി വളർന്നു കിടക്കുന്ന വാലി നേരെ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? വളരെ മനോഹരനായിട്ടുള്ള തൻ്റെ ആ പാതകിയെയാണ് കാണുന്നത്. ആദ്യം കാണുമ്പോൾ തന്നെ എന്താണ്? ആ ആകർഷണത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ ആകർഷണത്തിൽ വാലി അറിയാണ്ട് ആദരവോടുകൂടി കൈകൂപ്പിക്കൊണ്ട് പോകുന്നു. എന്താണ് വാലി കാണുന്നത്? മരതക വർണ്ണത്തില് വളരെ ആജാനുബാഹുവായിട്ടുള്ള
ശരചാപധരനായിട്ടുള്ള ജടാചൂടനായിട്ടുള്ള രാമനെയാണ് കാണുന്നത്. വൽക്കലധാരിയായ മരുകുരിയുടുത്ത് മാൻതോലും ധരിച്ച് ആ കോദണ്ഡവും ഏന്തി തൻ്റെ നേരെ നടന്നു വരുന്ന ആ മരതക വർണ്ണത്തിലുള്ള കുമാരനെ അല്ലെങ്കിൽ ആ ക്ഷത്രിയ രാജനെയാണ് കാണുന്നത്. ആര്? വാലി കാണുന്നത്. വാലി വീണ്ടും ആരാണ് തൻ്റെ ശരീരത്തിൽ അമ്പെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാലി ആ സ്വർണ്ണ ശരത്തെ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. അത്രയധികം വേദന ഉണ്ടെങ്കിലും വാലി എന്ത് ചെയ്യുന്നു? അതേ പിടിച്ചു വലിച്ചു. ആ പേരിൽ എഴുതിയിരിക്കുന്നത് ആരുടെ പേരാണ്? ആ അമ്പിൽ എഴുതിയിരിക്കുന്നത് രാമ എന്ന നാമമാണ്. ആ നാമവും രൂപവും കാണുമ്പോൾ തന്നെ വാലിക്ക് എന്തുണ്ടാകുന്നു? ആദരവുണ്ടാകുന്നു. അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. എന്താണ്? രാമന്റെ രൂപത്തെ വാലി കാണുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി വാലിക്ക് ആദ്യമുണ്ടായ ആദരവ് വീണ്ടും ഉണ്ടാകുമോ? അല്ലെങ്കിൽ തുടർന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുമോ? വാലി ശരണാഗതി അടയുമോ? അതോ വാലി എന്തെങ്കിലും ചോദിക്കുമോ രാമചന്ദ്രമൂർത്തിയോട്? ഇതായിരുന്നു നമ്മൾ ചോദിച്ചത് കഴിഞ്ഞ തവണ, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം, അല്ലേ? ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് വാലിയുടെ അടുത്തേക്ക് പോകാം. എന്ത് ചെയ്യുന്നു വാലി? നെഞ്ചിൽ തറച്ച അമ്പ് പുറത്തേക്ക് വലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ആരുടെ നാമം കണ്ടു? രാമൻ എന്ന നാമം കണ്ടു. അതുമാത്രമല്ല, മുന്നിൽ രാമനെയും കണ്ടു. തൻ്റെ പാതകി ആരാണെന്ന് മനസ്സിലായി, തന്നെ വധിക്കാൻ ശ്രമിച്ചവൻ ആരാണെന്ന് മനസ്സിലായി, ആ അമ്പ് ആരുടേതാണെന്ന് മനസ്സിലായി. വാലിയുടെ കണ്ണുകളിൽ പച്ച നിറമുള്ള കണ്ണുകൾ ഇപ്പോൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. അതിൽ ഇത്രയധികം വേദനയും നിരാശയും കോപവും ഒന്നും ഇതുവരെ വാലിക്ക് വന്നിട്ടേയില്ല. ഇപ്പോഴാണ് അത്രയ്ക്ക് ആ കോപവും നിരാശയും ഒക്കെ വരുന്നത്. ആദ്യം ഒന്ന് ആദരവോടുകൂടി കൈകൂപ്പിയെങ്കിലും എന്താണ് ആ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വത്തെ കണ്ട് അറിയാണ്ട് കൈകൂപ്പിയെങ്കിലും വാലിയുടെ മനസ്സിൽ ഇപ്പോൾ വീണ്ടും ചിന്ത വരികയാണ്. കണ്ണിൽ കോപവും നിരാശയും വേദനയും ഒക്കെ വരികയാണ്. ആ നെഞ്ച് ആഞ്ഞാഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ആ വേദന കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ശ്വാസഗതി എങ്ങനെ ക്രമാതീതമായി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭീമാകാരനാണ് വാലി. അത്രയധികം ഭീമാകാരമായിട്ടുള്ള വാലിയുടെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന അമ്പിന്റെ വേദന എന്ന് പറയുന്നത്, അത്രയധികം വേദന എടുത്തിട്ട് വാലി ശ്വാസഗതി വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കൈകളും കാലുകളും തളർന്നു പോകുന്നത് പോലെയാണ് വാലിക്ക് തോന്നുന്നത്. എന്നിട്ട്
ആ ഈ അമ്പിനെ വന്നിട്ട് പതുക്കെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? ആ വാലിയുടെ ശരീരം അങ്ങനെ ഒരു കാർമേഘം വന്നിട്ട് ആ ഗോൾഡൻ അമ്പാണ്. എന്താണ് രാമചന്ദ്രമൂർത്തിയുടെ അമ്പെന്ന് പറയുന്നത്? ഭയങ്കര സ്വർണ്ണ നിറത്തിലുള്ള അമ്പാണ്, ഉജ്ജ്വലമായിട്ടുള്ള അമ്പ്. വാലിയുടെ ശരീരം എന്ന് പറയുന്നത് രോമാവൃതമായിട്ട് ഡാർക്ക് കളറിലാണ്, അതായത് കാർമേഘത്തിൻ്റെ കളറിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയ മേഘം സ്വർണരാശി വന്നിട്ട് ആ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ സ്വർണരാശി അതിൻ്റെ ഇടയിൽ കൂടെ പ്രത്യക്ഷമാകുന്നത് പോലെയൊക്കെ ആൾക്കാർക്ക് തോന്നുന്നു. ശരീരത്തിലെ വേദനയൊക്കെ കൊണ്ടും ജീവിതത്തിലെ വളരെ കഠിനമായിട്ടുള്ള നിമിഷങ്ങളാണ് വാലിക്ക് അപ്പോൾ ഏൽക്കേണ്ടി വന്നത്. പക്ഷെ എന്നാലും രാമൻ്റെ അമ്പ് തറച്ചിരിക്കുന്നത് കൊണ്ട് വാലിയുടെ ശരീരത്തിൻ്റെ ആ ഒരു പ്രഭ എന്ന് പറയുന്നത് ഇതുവരെ മങ്ങിയിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യയാതി എന്ന് പറയുന്ന രാജാവ്. ഇന്ദ്രൻ തൻ്റെ പൊസിഷനിലിരുന്ന് അല്ലെങ്കിൽ തൻ്റെ സ്ഥാനത്തിരുന്ന് തെറ്റുകൾ ചെയ്തതുകൊണ്ട് പുണ്യമെല്ലാം തീർന്ന് ഇന്ദ്രൻ ഭൂമിയിലേക്ക് നിപതിച്ചു. യയാതി പകരം ഇന്ദ്രനായി മാറുകയും ചെയ്തു. ഭാഗവതത്തിൽ പറയുന്നു, 9ാമത്തെ ക്യാൻറ്റോയിൽ ഭാഗവതത്തിൽ പറയുന്നു, ആ വീണ ഇന്ദ്രൻ്റെ, അതായത് ഭൂമിയിൽ എന്ത് ചെയ്തു വീണു? പാപത്തിന്റെ ഭാരം കൊണ്ട് തൻ്റെ വെന്നിക്കൊടിയും മുറിഞ്ഞു വീണ ഇന്ദ്രനെ പോലെയാണ് ആര് കിടക്കുന്നത്? വാലി. വാലിയുടെ പാപത്തിന്റെ ഫലം കൊണ്ടാണ് ഈ പ്രകാരം വീണ് കിടക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. ആ അമ്പ് വലിച്ചു പുറത്തെടുത്തതും അതിൻ്റെ അകത്ത് രാമൻ്റെ പേര് മാത്രമല്ല കാണുന്നത്, അതിൻ്റെ അകത്ത് ഇനി ഒരാളുടെ പേരും കൂടി ആര് കണ്ടു? വാലി കണ്ടു. ആരുടെ പേരാണ് നിങ്ങൾക്കറിയാമോ? അതിൽ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ദ്രൻ്റെ നാമമാണ്. ആരാണ് ഇന്ദ്രൻ? വാലിയുടെ അച്ഛൻ തന്നെ. വാലിക്ക് പെട്ടെന്ന് തന്നെ സ്തബ്ധനായിപ്പോയി, അവിശ്വസനീയമായിപ്പോയി. കാരണം ആ മരണവേളയിലും വാലിക്ക് തോന്നുകയാണ്, സ്വന്തം പിതാവായ ഇന്ദ്രന് തന്നോട് എങ്ങനെയാണ് ഇത്തരമൊരു അനീതി ചെയ്യാൻ പറ്റുക? ഇന്ദ്രൻ്റെ ആ അമ്പ് രാമചന്ദ്രമൂർത്തി തൻ്റെ ആവനാഴിയിൽ നിന്നും തെരഞ്ഞെടുത്ത അമ്പൊന്നും അല്ല. നോക്കിക്കൊണ്ട് ഇത് ഇന്ദ്രന്റെ പേരുള്ള അമ്പാണ് എന്നും പറഞ്ഞ് തെരഞ്ഞെടുത്ത അമ്പല്ല. അദ്ദേഹം വന്നിട്ട് തൻ്റെ കോദണ്ഡത്തിൽ ബന്ധിക്കാൻ വേണ്ടി എടുത്തത് ഒരു റാൻഡമായിട്ട് എടുത്തതാണ്, ആകസ്മികമായിട്ട് വന്നു ചേർന്നതാണ് അമ്പ്. പക്ഷെ അത് എന്തിൻ്റെ ആയിരുന്നു? വിധിയായിരുന്നു. എന്ത്? ഈ അമ്പ് ആര് കൊടുത്തതാണ്? അഗസ്ത്യമുനി അന്ന് രാമനെ കണ്ടപ്പോൾ രാമന് പ്രദാനം ചെയ്തതാണ്, വരം നൽകിയതാണ് ഈ ആവനാഴിയും അതിൻ്റെ അകത്തുള്ള ആ വളരെ ഉജ്ജ്വലമായിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ള ആ ചാപങ്ങളുമെല്ലാം, ശരങ്ങളുമെല്ലാം. ആ ശരം വന്നിട്ട് അതിൽ ഒരെണ്ണം ഇന്ദ്രന്റെ, അഗസ്ത്യമുനിക്ക് ഇത് നൽകിയത് ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രന്റെ പേരിലുള്ള ആ ശരം തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രന്റെ മകനായ വാലിക്ക് നേരെ അയക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കയ്യിൽ വന്നു ചേർന്നത് എന്നത് ആകസ്മികമായിരുന്നു. അത് രാമൻ തിരഞ്ഞെടുത്ത അമ്പൊന്നുമല്ല, അത് ആകസ്മികമായിട്ട് വിധി കൊണ്ട് അങ്ങനെ വന്നു പോയതാണ്. ആരാണോ ആ അമ്പ് കൊണ്ട് മരിക്കുന്നത്, ശരീരത്തിലേറ്റ് എന്ത് ചെയ്യുന്നത്, മരണം വരിക്കുന്നത്, നേരെ എവിടേക്കാണ് പോകാൻ പോകുന്നത്? സ്വർഗത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെയാണ് വിധി അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ദ്രന്റെ മകനായാൽ പോലും അധർമ്മിയാണെങ്കിൽ ശിക്ഷ സുനിശ്ചിതമാണ് എന്നും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അമ്പ് തന്നെ ആരെടുത്തത്? രാമചന്ദ്രമൂർത്തിയുടെ കയ്യിൽ ആകസ്മികമായിട്ട് വന്നു ചേർന്നത്. ആ അമ്പ് തറയ്ക്കുന്ന ആൾ എവിടെ പോകും? സ്വർഗത്തിൽ പോകുമെന്നാണ്. അപ്പോൾ വാലി വിചാരിക്കുന്നു, ഈ ചിന്തയെല്ലാം വാലിയുടെ മനസ്സിൽ വരുമ്പോഴേക്കും വാലി വിചാരിക്കുന്നു, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ പിതാവ് അത്രയ്ക്കും നിരാശനായിട്ടാണോ ഈ ഒരു അമ്പ് കൊണ്ട് എന്നെ തിരികെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വർഗലോകത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്? അത്രയ്ക്ക് നിരാശനാണോ എൻ്റെ പ്രവൃത്തി കൊണ്ട്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വാലി ചിന്തിച്ചു നോക്കുകയാണ്. പക്ഷേ അത്രയ്ക്കും വേദന ഉണ്ടായിട്ടും വാലി ആ ചിന്തയെല്ലാം മാറ്റിക്കൊണ്ട് തൻ്റെ നേരെ നടന്നു വരുന്ന ആ ചതിയനായ കൊലയാളിയെ നോക്കി. ആരാണ് ചതിയനായ കൊലയാളി? വാലിയുടെ ഭാഷയിൽ ചതിയനായ കൊലയാളി ആരാണ്? തൻ്റെ നേരെ നടന്നു വരുന്ന ആ വളരെ മനോഹരനായിട്ടുള്ള ഒരു വ്യക്തി. വാലിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഠിനമായിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ധർമാത്മാവെന്ന് പറയുന്ന ആ കൊലപാതകിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രാമൻ വന്നു നിന്നതും
വാലിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ കൊണ്ടും ഉള്ള വേദനയും കോപവും അതും ഇതും എല്ലാം മാറിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആ വ്യക്തിത്വത്തോട് വാലിക്ക് ആദരവ് വരികയും അദ്ദേഹം കൈകൂപ്പുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ബിഹേവിയർ, അതായത് താൻ ചെയ്യുന്നത് തൻ്റെ തന്നെ സ്വഭാവത്തിന് ശരിയാകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വേളയിലും വാലി എന്ത് ചെയ്യുന്നു, ആ കൂപ്പിയ കൈയെല്ലാം താഴെ ഇട്ടിട്ട് വേദനയിലും നിരാശയിലും പല്ലൊക്കെ കടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, രാമചന്ദ്രമൂർത്തിയോട് ചോദിക്കുകയാണ്. സർക്കാസം, അതായത് എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ ചോദ്യങ്ങൾ, അതായത് വ്യംഗ്യമായിട്ടുള്ള ഭാഷയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്ത് ചോദിക്കുകയാണ് രാമചന്ദ്രമൂർത്തിയോട്? വാലി പറഞ്ഞു തുടങ്ങുന്നു, വേദനയോട് പറഞ്ഞു തുടങ്ങുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ചന്ദ്രനിൽ കളങ്കമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ അങ്ങേ പോലുള്ള സൂര്യവംശത്തിൽ ജനിച്ച ഒരു രാജകുമാരൻ ഇത്രയും അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചന്ദ്രനല്ല സൂര്യവംശത്തിനാണ് കളങ്കം ബാധിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങയുടെ പൂർവികന്മാർ ചെയ്ത എത്ര പുണ്യമായിട്ടുള്ള പ്രവൃത്തികളുടെ നല്ല ഗുണങ്ങളെയാണ് അങ്ങ് ഈ ഒറ്റ അധർമ്മമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ധർമാത്മാവായിട്ടുള്ള ഭരതൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായി അങ്ങ്, ഒരു അധർമ്മിയായിട്ടുള്ള അങ്ങ് ഒരു രാജകുമാരൻ എങ്ങനെ ജനിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു നീചമായ കാര്യം ചെയ്തതുകൊണ്ട് ഇത്ര നാളും അങ്ങ് ശേഖരിച്ചു വച്ചിരിക്കുന്ന ആ പുണ്യവും അങ്ങയുടെ പൂർവ്വ പിതാക്കന്മാർ ഉണ്ടായിരിക്കുന്ന പുണ്യവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അങ്ങയുടെ പിതാവ് ദശരഥ മഹാരാജാവ് സത്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ജീവിതം എന്ത് ചെയ്തിരിക്കുന്നത്, ബലി കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോ അങ്ങ് സത്യത്തിനെ വ്യതിചലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സത്യത്തെ ബലി കഴിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അങ്ങയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. ആരോട് പറയുന്നു വാലി? ആരോട് പറയുന്നു? രാമചന്ദ്രമൂർത്തിയോട് പറയുന്നു. സ്വാർത്ഥതയ്ക്ക് വേണ്ടി സത്യത്തെ ബലി കഴിച്ചിരിക്കുന്നു എന്നൊക്കെ. അങ്ങ് പുറമെ എന്തൊക്കെ സൗമ്യ വ്യക്തിത്വമെന്നും ധർമ്മിഷ്ഠനെന്നുള്ള മുഖം മൂടി എടുത്തണിഞ്ഞാലും ഉള്ളില് അങ്ങ് കൊണ്ടു നടക്കുന്ന പാപവും പകയും ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തൻ്റെ രാജ്യം വളരെ വളരെ ഓപ്പുലൻ്റ് ആയിട്ടുള്ള ഐശ്വര്യദായകമായിട്ടുള്ള തൻ്റെ രാജ്യത്തെ വെറും തുച്ഛമായ രീതിയിൽ അങ്ങ് തിരസ്കരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അങ്ങേ ധർമ്മിഷ്ഠൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ കാട്ടിൽ എന്താണ് അങ്ങ് ചെയ്യുന്നത്? ഇവിടെ ആരും അങ്ങയെ കാണാനില്ല. അത് പ്രജകളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ആരും അങ്ങയെ കാണാനില്ല. അതുകൊണ്ട് ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ ധർമ്മമെല്ലാം അങ്ങയുടെ വെറും പുറംപൂച്ചു മാത്രമാണെന്ന് അങ്ങ് കാണിച്ചു തന്നിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം അങ്ങ് ധർമ്മത്തെക്കുറിച്ച് എന്ത് ചെയ്യും? ഉപദേശം കൊടുക്കും. പക്ഷെ അങ്ങ് ഒരിക്കലും അതിനെ ആചരിക്കുകയില്ല. വാലി ഇത്രയും പറയുമ്പോഴേക്കും വാലിയുടെ വായ്ക്കകത്ത് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം നിർത്തിയിട്ട് അത് തുപ്പി പുറത്ത് കളഞ്ഞിട്ട് വീണ്ടും ചുമച്ച് ആ ചോരയെല്ലാം പുറത്ത് കളഞ്ഞിട്ട് വീണ്ടും ഈ പ്രകാരം ഇങ്ങനെ വെറുപ്പ് കലർന്ന വാക്കുകൾ രാമചന്ദ്രമൂർത്തിക്ക് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സീതയെ നഷ്ടപ്പെട്ടതിന് ശേഷം അങ്ങയുടെ മാനസിക സന്തുലിതാവസ്ഥ മുഴുവനേ ഇല്ലാതായി എന്നാണ്. ഒരു മതയാനയെ പോലെ നിരുത്തരവാദിത്വത്തോടെ അധർമ്മത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ അനീതി എന്നോട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങേക്ക് എങ്ങനെ തോന്നും? അങ്ങ് നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് വെറുതെ കൊന്നിരിക്കുന്നത്. രാവണനോടുള്ള ദേഷ്യമൊക്കെ എൻ്റെ മേൽ, നിഷ്കളങ്കനായിട്ടുള്ള എൻ്റെ മേൽ, ഒരു പരിചയമില്ലാത്ത എൻ്റെ മേൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് തീർക്കുന്നത്? ഞാനും അങ്ങയും തമ്മിൽ എന്ത് ശത്രുതയാണുള്ളത്? സുഗ്രീവനും ഞാനും അങ്ങേക്ക് ഒരേപോലെ അപരിചിതരാണ്. പക്ഷേ സുഗ്രീവന്റെ പക്ഷം ചേർന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് എത്ര സ്വാർത്ഥപരമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആൾക്കാർ പറയുന്നു അങ്ങ് പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ് എന്ന്. പക്ഷേ അങ്ങയുടെ ശരീരത്തിൽ, അങ്ങയുടെ മനസ്സിൽ അങ്ങ് കൊണ്ടു നടക്കുന്ന പാപത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ആരും അറിയുന്നില്ല. അങ്ങ് വളരെയധികം സൗന്ദര്യവാനാണ്, അതും ആൾക്കാർ പറയുന്നുണ്ട്. ഒരു ചിത്രം വരച്ചാൽ പോലും, അങ്ങയുടെ ചിത്രം വരച്ചാൽ വന്നിട്ട് ആർക്കും അങ്ങയുടെ സൗന്ദര്യത്തോട് കൂറുപുലർത്താൻ അല്ലെങ്കിൽ സൗന്ദര്യത്തോട് കിടപിടിക്കാൻ പറ്റുകയില്ല. പക്ഷേ അങ്ങയുടെ ആ സൗന്ദര്യത്തിൻ്റെ അകത്തുള്ള മനസ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വിരൂപമാണ്. കാരണം അതിൻ്റെ അകത്ത് സ്വാർത്ഥ താല്പര്യങ്ങളാണ്.
എനിക്ക് തോന്നുന്നത് അങ്ങയുടെ ആത്മാവേ നശിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ കോദണ്ഡം എന്ന് പറയുന്ന ആ ഒരു ശാപത്തിന്റെ ബലത്തിൽ, അതിന്റെ അഹങ്കാരത്തിൽ അവിടെ ഇവിടെയും നടന്ന് നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സൗമ്യനെന്ന് പുറമേ തോന്നും, പക്ഷേ ഏറ്റവും വലിയ അധർമ്മിയാണ് അങ്ങ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആര് പറയുന്നു ഇതൊക്കെ? വാലി പറയുന്നു ആരോട്? രാമചന്ദ്രമൂർത്തിയോട്. ലക്ഷ്മണനും ഹനുമാനും ഇത് കേൾക്കുന്നു. അവർക്ക് വേദനയുണ്ടാകുന്നു. എന്താണ്? ദൈവികമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു കളങ്കവും ഏൽക്കാത്ത ആ സഹോദരനോട്, ആ സ്വാമിയോട് ഹനുമാൻ ചിന്തിക്കുന്നു തൻ്റെ സ്വാമിയോട്, ലക്ഷ്മണൻ ചിന്തിക്കുന്നു തൻ്റെ സഹോദരനോട്. എന്താണ്? ആരാധ്യനായിട്ടുള്ള തൻ്റെ സഹോദരനോട് ഒരു അധർമ്മിയായിട്ടുള്ള വാനരൻ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള പരുഷ വാക്കുകളൊക്കെ പറയുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ്റെ കഴുത്തിന് മേലെ തല കാണൂലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നു വാലി എന്ത് ചെയ്യാൻ പോവുകയാണ്? മരിക്കാൻ പോവുകയാണ്. ആ മരണത്തിൻ്റെ വേള ഇനി എന്ത് ചെയ്ത് വാലിയെ ഇനി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? എന്ത് പ്രതികാരം വാലിയോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ വാക്കുകളെയൊക്കെ കാര്യമായിട്ട് എടുക്കണ്ട. മരിക്കാൻ പോകുന്ന ഒരാളുടെ ഒരു ജൽപ്പനങ്ങളായിട്ട് മാത്രം, വേദന കൊണ്ടുള്ള നിരാശ കൊണ്ടുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രം എടുത്താൽ മതി. എന്നിട്ട് അത് അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും വാലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാലി ആ വേദനയിലും ചോര തുപ്പുന്ന അവസ്ഥയിലും വന്നിട്ട് വാലി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്കറിയാമോ എന്ത് ഈ ലോകം പറയുമെന്നറിയാമോ? ഈ കാര്യം അറിയുമ്പോൾ എന്നെ അങ്ങ് മറഞ്ഞിരുന്ന് വധിച്ചു എന്ന് അറിയുമ്പോൾ ലോകം എന്ത് പറയുമെന്നറിയാമോ? ഒരു മത്ത ഗജം പോലെ ആ രാമൻ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും കെട്ടുപാടുകളെല്ലാം അഴിച്ചിട്ട് ഒരു മതയാനയെ പോലെ ആ നിഷ്കളങ്കനായിട്ടുള്ള വാനരനെ, വാലിയെ വധിച്ചു എന്ന് ലോകം പറയും. ഈ പറഞ്ഞ കാര്യം എല്ലാം വന്നിട്ട് വാലി ചെയ്യുന്നത് എന്തിനാണ്? എന്താണ് ഇങ്ങനെ അസാധാരണമായിട്ട് തന്നെ കൊല്ലാൻ കാരണം എന്ന് വാലിക്ക് അറിയണം. വാലി ഈ പ്രകാരം എല്ലാം രാമനോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു കാര്യം രാമന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. രാമൻ ഇതെല്ലാം കേട്ടിട്ട് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല എന്ന് നമ്മൾക്ക് തോന്നും, ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വന്നിട്ട് കുറച്ച് ദേഷ്യം വാലിയോട്. കാരണം എന്താ ചെയ്യുന്നത്? വാലിക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് രാമന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ വാലി മാത്രമല്ല, ഭാവിയിൽ പലരും ഈ ചോദ്യം തന്നോട് ചോദിക്കും എന്ന്. ശാന്തമായ മരണം വാലിക്ക് കൊടുക്കണം. ഒന്ന്, ഭാവിയിൽ തന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് അതിന് മറുപടിയും കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് വാലിയുടെ ഈ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? രാമചന്ദ്രമൂർത്തി തുടങ്ങുകയാണ്. രാമന് അതിന് ഉത്തരം പറയാൻ തയ്യാറായി. ഒന്ന്, വാലിയുടെ സംശയങ്ങൾ തീർക്കണം. എന്നാലേ ശാന്തമായിട്ടുള്ള ഒരു മരണം വാലിക്കുണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഭാവിയിൽ ഈ പ്രകാരം സംശയങ്ങൾ ഈ ഒരു വിവരണം കേൾക്കുമ്പോൾ ആർക്കും തോന്നാം അല്ലേ? അപ്പോൾ ആ തോന്നലിനും എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. വാലിയോട് അദ്ദേഹം മറുപടി പറയുകയാണ്, ശാന്തനായി മറുപടി പറയുകയാണ്. ഒരു ചഞ്ചലചിത്തനായ അധർമ്മിയായിട്ടുള്ള ഒരു കുരങ്ങൻ, ഒരു വാനരൻ ബാലിശമായിട്ട് എന്നെ എന്ത് ചെയ്യുകയാണ്? വെറുതെ എന്നോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഇത്യാദികളുടെ നൂലമാലകളെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ, അതാണ് ജീവിതത്തിൻ്റെ ആധാരമെന്ന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ തെറ്റ് എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഇത് ഒരു കുട്ടിയെ പോലെ, ഈ പ്രകാരം അറിവില്ലാത്ത ഒരു കുട്ടിയെ പോലെ നീ ഇങ്ങനെ പെരുമാറുമ്പോൾ വാലി, എനിക്കറിയാം നിനക്ക് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ആചാര്യന്മാരുടെ ശിക്ഷണം ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ തരത്തിൽ നീ വന്നിട്ട് അജ്ഞതയോടെ സംസാരിക്കുകയില്ലായിരുന്നു. മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിശകലനം ചെയ്യുന്നതിന് മുന്നേ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക എന്നത് ജ്ഞാനികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിനക്ക് ആധ്യാത്മിക ആചാര്യന്മാരുടെ ശിക്ഷണം മതിയായ രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നത് എനിക്ക് ഉറപ്പാണ്. വാലിക്ക് ദേഷ്യം വന്നു. എന്താണ്? ഇത്രയും ചെയ്തതും പോരാ,
നിനക്ക് ആധ്യാത്മിക ആചാര്യന്മാരുടെ ശിക്ഷണമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയായിരിക്കും. അത് എന്താണ് വാലിയുടെ ആ മരണവേളയിലും അയാളുടെ അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം എന്ന് പറയുന്നത് തീർന്നിട്ടില്ല. അപ്പോൾ ഈ രാമബാണം വന്നിട്ട് നെഞ്ചിൽ തറച്ചതിനേക്കാൾ വേദനയാണ് ഇപ്പോൾ തൻ്റെ അഹംഭാവത്തിൽ വന്നിട്ട് രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നത്, കുത്തുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്, ഈ അജ്ഞനായിട്ടുള്ള വ്യക്തിയാണ് നീ, നിനക്ക് എന്താണ് നീ പറയുന്നതെന്ന് അറിയില്ല, ബാലിശമായിട്ട് സംസാരിക്കുന്നു, നിനക്ക് യഥാർത്ഥത്തിൽ ശിക്ഷണം ലഭിച്ചിട്ടില്ല എന്നൊക്കെ രാമചന്ദ്രമൂർത്തി പറയുമ്പോൾ അവിടെ തുടങ്ങുകയാണ് ഒരു വാക്ക് തർക്കം. എന്താണ്? റാപ്പിഡ് ഫയർ റൗണ്ട്. ഒരു ചോദ്യം വാലി അങ്ങോട്ട് ചോദിക്കും, അതിന് ഉത്തരം രാമചന്ദ്രമൂർത്തി ഇങ്ങോട്ട് പറയും. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എല്ലാവരും. വാലിയും സുഗ്രീവനുമായിട്ടുള്ള യുദ്ധം കാണാൻ വേണ്ടി അവിടെ ഒരുപാട് പേര് വന്നിരുന്നു, മേലെയും വന്നിരുന്നു, ദേവന്മാർ പോലും സന്നിഹിതരായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും കേൾക്കെ അവിടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇര തൻ്റെ പാതകിയോട് എന്ത് ചെയ്യുകയാണ്, തന്നോട് എന്താണ് ആ വധത്തിന്റെ കാരണം അല്ലെങ്കിൽ വധിക്കാനുള്ള കാരണം ചോദിക്കുകയാണ്. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഇരയും ഒരു എന്താണ് തന്നെ കൊല്ലാൻ വന്ന വ്യക്തിയോട് എന്ത് ചെയ്യുന്നില്ല, കാരണം ചോദിക്കുന്നില്ല. ഇവിടെ ആദ്യമായിട്ട് ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുകയാണ്. വാലി തൻ്റെ ആദ്യത്തെ ആർഗ്യുമെന്റ് പറയുകയാണ്. എന്ത് ധർമ്മത്തിനെ കുറിച്ചാണ് അങ്ങ് സംസാരിക്കുന്നത്? എന്ത് ധർമ്മത്തിന്റെ ബേസിലാണ് അപരിചിതനായ എന്നെ അങ്ങ് മറഞ്ഞിരുന്ന് അമ്പെയ്തത്? എനിക്കും അങ്ങും തമ്മിൽ എന്താണ് ശത്രുതയുള്ളത്? നമുക്ക് തമ്മിൽ സ്വത്തിൻ്റെ പേരിൽ ശത്രുതയില്ല, രാജ്യത്തിൻ്റെ പേരിൽ ശത്രുതയില്ല, അതിർത്തിയുടെ പേരിൽ ശത്രുതയില്ല, സ്ത്രീകളുടെ പേരിലും ശത്രുതയില്ല. അങ്ങ് എൻ്റെ സഹോദരൻ പോലുമല്ല എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങയെ വന്ന് ഉപദ്രവിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ പൂർവ്വത്തിൽ ഒരു ശത്രുതയും ഇല്ല എങ്കിൽ ഇപ്പോ അമ്പെയ്ത് എന്നെ വധിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാലി ചോദിക്കുന്നു. രാമചന്ദ്രമൂർത്തി തൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തി. അസ്തമിക്കുന്ന സൂര്യൻ, വൈകുന്നേരമായി, സൂര്യൻ അസ്തമിക്കാറായി. അസ്തമിക്കുന്ന സൂര്യനെ ചൂണ്ടി അതിനുത്തരം പറഞ്ഞു. ഈ ഭൂമി മുഴുവൻ അതിൻ്റെ പർവ്വതങ്ങളും കാടും നഗരവും ഗ്രാമങ്ങളും എല്ലാം ഉൾപ്പെടെ ഈ ഭൂമി മുഴുവൻ സൂര്യവംശത്തിൻ്റെ അധീനതയിലാണ്. ഭരതൻ ഈ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. ഈ വനത്തിലെയും പർവ്വതങ്ങളിലെയും ഒക്കെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഭരതൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഭരതന്റെ അനുവാദമില്ലാതെ കിഷ്കിന്ധ നിന്റെ സ്വന്തമാണ് എന്ന് മുതലാണോ നീ അവകാശപ്പെടാൻ തുടങ്ങിയത്, അന്ന് ഇവിടെ വസ്തുവിന് വേണ്ടിയിട്ടുള്ള നിന്റെ അവകാശവാദം തുടങ്ങിയിരിക്കുന്നു. ഞാൻ അത്തരത്തിലുള്ള അൺറൂളി, അതായത് നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു പൗരനെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവനെ പണിഷ് ചെയ്യുക എന്ന ആ ഒരു കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ, അതും രാജാവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ. ധർമ്മത്തിൽ നിന്നും ഒരു പ്രജ വ്യതിചലിക്കുമ്പോൾ ആ പ്രജയെ ശിക്ഷിക്കുക എന്നുള്ളത് രാജാവിൻ്റെ പ്രതിനിധിയുടെ കടമയാണ്. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വീണ്ടും വാലി പറയുന്നു, നമുക്ക് പരസ്പരം അറിയുക പോലുമില്ല. അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് പണിഷ് ചെയ്യാൻ പറ്റുക, ശിക്ഷിക്കാൻ പറ്റുക? അപ്പൊ രാമചന്ദ്രമൂർത്തി പറയുന്നു, ഒരു രാജാവിന് അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രതിനിധിക്കോ ഒരു പൗരനെ നല്ല പരിചയമുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അയാൾ തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുമില്ല. പിന്നെ ഈ ചർച്ച എങ്ങോട്ടാണ് പോകുന്നത്? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ പേര് വാലി ഇവിടെ കിടക്കുന്നു, രാമചന്ദ്രമൂർത്തി ഓപ്പോസിറ്റിൽ നിന്ന് ഉത്തരം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് ഓരോരോ വാക്കുകളും ഇത് സാധാരണ ഒരു സംവാദമൊന്നുമല്ല. ആ മരിക്കാൻ പോകുന്ന വ്യക്തിയും അയാളുടെ പാതകിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്രയ്ക്കും അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? വാലി അധർമ്മിയായിട്ടുള്ള പൗരനെ എന്ത് ചെയ്യുകയാണ്? ശിക്ഷിക്കുകയാണ് രാജാവിൻ്റെ പ്രതിനിധിയായിട്ട്, അതായത് ഭരതന്റെ പ്രതിനിധിയായിട്ട് ആര് ചെയ്യുന്നത് എന്ന്, രാമചന്ദ്രമൂർത്തി ചെയ്യുന്നത് എന്ന് രാമചന്ദ്രമൂർത്തി അത് ആരോട് പറയുന്നു? വാലിയോട് പറയുന്നു. അപ്പോൾ വാലിക്ക് മനസ്സിലായി എങ്ങോട്ടാണ് ഈ സംസാരം പോകുന്നത് എന്ന്.
അധർമ്മിയായിട്ടുള്ള പൗരൻ. അതിനു വേണ്ടിയിട്ട് എന്ത് മറുപടി പറയാൻ? അപ്പോൾ വാലി എന്ത് ചെയ്യുന്നു? ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നു. എന്താണ് വിക്ടിം കാർഡ് കളിക്കുന്നത് വാലി? വാലിക്ക് താൻ തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് വാലി തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് മാറ്റുന്നു എന്ന് പറയത്തില്ലേ, അതേപോലെ ഒരു കാര്യം ചെയ്യുന്നു. വാലി പറഞ്ഞു, ഞാൻ ഒരു സാധാരണ കുരങ്ങനാണ്, അങ്ങ് ഉന്നത കുലജാതനായിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. ഞാൻ വനചാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങ് നാഗരികമായിട്ടുള്ള ഒരു സ്ഥലത്ത് വസിക്കുന്ന സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ. താഴ്ന്ന ജീവിവർഗത്തിലാണ്, ആനിമൽ സ്പീഷീസിലാണ് ഞാൻ എന്ന വാനരൻ വരുന്നത്. അങ്ങ് വളരെ സംസ്കാര സമ്പന്നമായിട്ടുള്ള മനുഷ്യവർഗത്തിൽ വരുന്ന ആളും. നമ്മൾക്ക് രണ്ടുപേർക്കും തമ്മിൽ സാമ്യമായിട്ട് ഒന്നുമില്ലാതെ ഇരിക്കേ എന്തിനാണ് അങ്ങ് എന്നെ അമ്പെയ്തത്? അതായത് താനും, അതായത് ധർമ്മത്തെ വ്യതിചലിച്ചിരിക്കുന്ന പൗരനാണ് എന്ന് രാമചന്ദ്രമൂർത്തി വാലിയോട് പറഞ്ഞപ്പോൾ, പൗരനല്ല ഞാൻ, എന്താണ്, ഞാനൊരു സാധാരണ മൃഗമാണ്. അദ്ദേഹം വന്നിട്ട് രാജാവാണ്. രാജാവും മൃഗവും തമ്മിൽ എന്താണ് സാമ്യതയുള്ളത്? അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിനിധി ആയിട്ടുള്ള മനുഷ്യനും മൃഗവും തമ്മിൽ എങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ധർമ്മത്തിന്റെ ചോദ്യം വരുന്നത് എന്നാണ് വാലി ചോദിക്കുന്നത്. രാമന് മനസ്സിലായി വാലിയുടെ പ്ലാൻ എന്താണെന്ന്. എന്താണ് വാലിയുടെ അതേ ആർഗ്യുമെന്റ് വെച്ച് തന്നെ വാലിക്ക് തിരികെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തി ശ്രമിക്കുകയാണ്. എനിക്കറിയാം, വനത്തിലേക്ക് ഒരു രാജാവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? അപകടകാരിയായിട്ടുള്ള ഒരു മൃഗത്തെ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേട്ടയാടുക എന്ന് പറയുന്നത് ആ ഒരു വേട്ടക്കാരൻ്റെയും ആനിമലിൻ്റെയും, അല്ലെങ്കിൽ എന്താണ്, മൃഗവും വന്നിട്ട് സാമ്യമൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേട്ടക്കാരനും മൃഗവും രണ്ട് സ്പീഷീസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് ജീവിവർഗത്തിൽപ്പെട്ടതായിരിക്കാം. വേട്ടക്കാരനും മൃഗവും തമ്മിൽ സ്വാഭാവികമായിട്ടും ഒരു സാമ്യവും കാണണമെന്നൊന്നും ഒന്നുമില്ല. പക്ഷേ അപകടകാരിയായിട്ടുള്ള ഒരു മൃഗത്തിനെ വേട്ടയാടി കൊല്ലുക എന്ന് പറയുന്നത് വേട്ടക്കാരന്റെ ധർമ്മമാണ്. കാരണം മൃഗങ്ങൾ അപകടകാരികളായിട്ട് മാറുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാകും. അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മൃഗത്തെ വേട്ടയാടി കൊല്ലുക എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ കടമയാണ്. കാരണം അതിനുശേഷം ആ മൃഗത്തെ വധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആയിരക്കണക്കിന് നിഷ്കളങ്കരായിട്ടുള്ള പ്രജകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കേട്ടതും, ഞാൻ മൃഗമാണെന്ന് ആരാ ഇപ്പൊ പറഞ്ഞത്? വാലിയാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും രാമചന്ദ്രമൂർത്തി അതിനെയും ഖണ്ഡിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപകടകാരിയായിട്ടുള്ള മൃഗമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. വീണ്ടും വാലി വന്നിട്ട് തൻ്റെ ആർഗ്യുമെന്റ് പറയുകയാണ്. ശരി, എന്നെ അങ്ങ് വേട്ടയാടി പിടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് എന്തിനാണ് മറഞ്ഞിരുന്ന് വേട്ടയാടുന്നത്? എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നേർക്ക് നേർ വന്നിട്ട് എന്ത് ചെയ്തില്ല, യുദ്ധം ചെയ്തില്ല? അങ്ങേക്ക് എന്താണ്, ഭയമാണോ? എൻ്റെ നേർക്കുനേർ വന്ന് യുദ്ധം ചെയ്യുന്നെങ്കിൽ അങ്ങേ ഞാൻ കാലപുരിക്ക് അയക്കും എന്നുള്ളത് നിശ്ചയമായതുകൊണ്ടാണോ ഇത്ര ഭീരുവിനെ പോലെ ഇങ്ങനെ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്തിട്ട് എന്ത് കീർത്തിയാണ്, അല്ലെങ്കിൽ എന്ത് ഗ്ലോറിയാണ് അങ്ങേക്ക് വന്നിരിക്കുന്നത്? രാമചന്ദ്രമൂർത്തി ചിരിച്ചു. വേട്ടയാടുന്നത് മുഖാമുഖം തന്നെ വേണമെന്നുള്ളത് എവിടത്തെ നിയമമാണ്? അത് തന്നെയല്ല, ഈ വേട്ടയാടലിന്റെ നിയമത്തെ തീരുമാനിക്കുന്നത് വേട്ടമൃഗമാണോ അതോ വേട്ടക്കാരനാണോ? ശരി, നീയല്ലേ പറഞ്ഞത് നീ വേട്ടമൃഗമാണെന്ന്. വേട്ടമൃഗം ഓടുകയാണോ, നിൽക്കുകയാണോ, ശ്രദ്ധിച്ചിരിക്കുകയാണോ, അശ്രദ്ധമായിട്ട് നിൽക്കുകയാണോ, കാണാതെ ഇരിക്കുകയാണോ, ഇതൊന്നും വേട്ടക്കാരന് വേട്ടക്കാരനെ അലട്ടുന്ന പ്രശ്നമല്ല. വേട്ടയാടുക എന്നുള്ളത് മാത്രമാണ് മുഖ്യം. അവിടെ അൺറൂളി, അല്ലെങ്കിൽ അവിടെ ഉപദ്രവകാരിയായിട്ടുള്ള ആ മൃഗത്തെ വേട്ടയാടി കൊല്ലുക എന്നുള്ളത് മാത്രമാണ് മുഖ്യം. എങ്ങനെ കൊല്ലുന്നു എന്നത്, മുഖാമുഖം കൊല്ലുന്നോ അതോ മറഞ്ഞിരുന്ന് കൊല്ലുന്നോ എന്നത് അവിടെ മുഖ്യമല്ല. അവിടെ എന്താണ് മുഖ്യം? കൊല്ലുന്നു എന്നതാണ് മുഖ്യം. ഇപ്പോൾ വാലിയാണ് ചിരിക്കുന്നത്. വാലിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പിടിവള്ളി കിട്ടിയെന്ന് തോന്നുന്നു. രാമനോട് ചോദിക്കുന്നു, ശരി, അങ്ങ് എന്നെ വേട്ടമൃഗമായിട്ട് കണക്കാക്കി വേട്ടയാടുന്നു എന്നല്ലേ പറഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് എന്നെ വേട്ടയാടുന്നത്? എന്തെങ്കിലും കാരണം കാണണമല്ലോ ഒരു മൃഗത്തിനെ വേട്ടയാടണമെന്നുണ്ടെങ്കിൽ. എനിക്ക് മനസ്സിലാകാത്തത് അതാണ്.
എന്നോട് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് വെളിവാക്കി തരാൻ വേണ്ടി അങ്ങ് ബാധ്യസ്ഥനാണ്. ഒരു കുരങ്ങന് മനുഷ്യന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അങ്ങേക്ക് തോലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു മാനിനെയോ കടുവയെയോ ആണ് അങ്ങ് വേട്ടയാടേണ്ടത്. പല്ലോ നഖമോ ആണ് വേണ്ടതെങ്കിൽ ഒരു പുലിയെയോ അല്ലെങ്കിൽ ആനയെയോ ആണ് വേട്ടയാടേണ്ടത്. ശരി, ഇനി ശരീരത്തിലെ രോമമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങ് എന്തിനെയാണ്, സാധാരണ ആനയാണ് എന്തിനു വേണ്ടിയിട്ട്, വാലിലെ രോമത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുന്നത്. ഇനി മാംസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സാധാരണ വേട്ടയാടുന്നത് മാനുകളെ പോലെയുള്ള മൃഗങ്ങളെയാണ്. ഒരു കുരങ്ങന് ഇതൊന്നും അങ്ങേക്ക് തരാൻ കഴിവില്ല, അല്ലെങ്കിൽ ഒരു കുരങ്ങന്റെ ശരീരത്തിൽ നിന്നും ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു മൃഗമാണ് ആര്? കുരങ്ങൻ എന്ന് പറയുന്നത്. എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് എന്നാണ്. ആ ചുറ്റിനും നിൽക്കുന്ന കുരങ്ങന്മാരെല്ലാം വന്നിട്ട് ആകപ്പാടെ എന്ത് ചെയ്യുകയാണ്? ആശയക്കുഴപ്പത്തിൽ തലയും ചൊറിഞ്ഞു നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് അവരുടെ രാജാവ് മരണാസന്നനായിട്ട് കിടക്കുന്നു. ഇനി സ്ഥലത്ത് അയാളെ കൊല്ലാൻ വന്ന ആ ഒരു രാജകുമാരൻ നിൽക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് ഇവർ പിന്താങ്ങേണ്ടത്? വാലിയെയാണോ? എന്നിട്ട് എന്ത് ചെയ്യണം? വാലിയെ പിന്താങ്ങിക്കൊണ്ട് ഇവർ രാമചന്ദ്രമൂർത്തിക്ക് നേരെ അക്രമം അഴിച്ചു വിടണോ? അല്ലെങ്കിൽ ഓടിപ്പോയി തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമോ? ഇതൊക്കെ അവർ ചിന്തിച്ചു. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല. അവർ തലയും ചൊറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഇയാൾ പറയുന്നതും രാമചന്ദ്രമൂർത്തി ഉത്തരം കൊടുക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ സംസാരം കേട്ടിട്ട് അവിടുന്ന് പോകാനേ തോന്നില്ല. കാരണം അത്രയും നാളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെതായിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്, സംവാദമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ വാലി എന്ത് ചോദിച്ചു? ഇപ്പൊ അവസാനം വാലി ചോദിച്ചു, എന്ത് ഉപയോഗശൂന്യനായിട്ടുള്ള ഒരു കുരങ്ങനെ എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വാലിക്ക് ഉത്തരം കൊടുക്കുകയാണ്. അപ്പോഴേക്കും രാമചന്ദ്രമൂർത്തിക്ക് ദേഷ്യം വന്നു എന്ന് വാലിക്ക് തോന്നി. വളരെ ഉറച്ച ശബ്ദത്തിലാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. ഞാൻ നിന്നെ വേട്ടയാടിയത് എൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. നീ ഇപ്പൊ പറഞ്ഞതുപോലെ വെറും ഒരു കുരങ്ങന് അത്രയും ഐശ്വര്യമുള്ള ഇക്ഷ്വാകു രാജവംശത്തിന് വേണ്ടിയിട്ട് എന്ത് സംഭാവന തരാനാണ്? നിനക്ക് ഞാൻ ഈ തരത്തിലുള്ള ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. നിന്നെ വേട്ടയാടിക്കൊണ്ട് ശിക്ഷയാണ്, പണിഷ്മെന്റ് ആണ് നിന്റേത്. കാരണം ഒരു അപകടകാരിയായിട്ടുള്ള ഒരു വേട്ടമൃഗത്തിനെ കൊല്ലുക എന്നത് രാജാവിന്റെ കടമയാണ്. പിന്നെ അത് മാത്രമല്ല, സ്വന്തം രാജ്യത്തിൽ വ്യതിചലിക്കുന്ന ഒരു പൗരനെ വന്നിട്ട് മറ്റുള്ള പൗരന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരു അൺറൂളി ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു വ്യക്തിയെ ശിക്ഷിക്കുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക എന്നുള്ളതും ഈ പ്രകാരം ഒരു രാജാവിന്റെ കടമയാണ്. നീ നിന്റെ രാജ്യത്തിൽ ഒരു രാജാവായിരിക്കാം, പക്ഷേ ഭരതന്റെ സാമ്രാജ്യത്തിൽ നീ പാപിയായിട്ടുള്ള അല്ലെങ്കിൽ പാപം ചെയ്യുന്ന, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഒരു പൗരൻ മാത്രമാണ്. ഒരു രാജാവ് അത്തരം പൗരന്മാരെ ശിക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് പാപമേൽക്കുകയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് അദ്ദേഹത്തിന് പാപമേൽക്കുന്നത്. ഇതും പറഞ്ഞു. രാമന്റെ ഉത്തരം കേട്ടതും വാലിക്ക് ഇനി എന്താണ് പറയാനുള്ളത്? വാലി പിന്നെയും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്ത് പാപത്തിന്റെ പേരിലാണ് ഈ പ്രകാരം അങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ ഒരു ബ്രാഹ്മണനെ വധിച്ചോ? ഒരു രാജാവിനെ വധിച്ചോ? അല്ലെങ്കിൽ സുഹൃത്തിനെ വധിച്ചോ? ഒരു സ്ത്രീയെ വധിച്ചോ? പശുവിനെ വധിച്ചോ? ഇതൊക്കെയാണ് ധർമ്മത്തിൽ പാപം എന്ന പേരിൽ പറഞ്ഞിരിക്കുന്നത്, അധർമ്മം എന്ന പേരിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് പാതകമാണ് ഞാൻ ചെയ്തത് ഈ പ്രകാരം എനിക്ക് മരണശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട്? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അങ്ങ് നിഷ്കളങ്കനായ ഞാൻ എന്ന വ്യക്തിയെ കൊന്നിട്ട് നിങ്ങൾക്കാണ് പാപമേറ്റിരിക്കുന്നത് എന്ന് ഞാൻ പറയും. എനിക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ ഇതിനുള്ള ഉത്തരം തന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഭാവിയിലും ഈ പ്രകാരമുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. എന്ത് ചോദിച്ചു ഇപ്പൊ വാലി? എന്ത് പാപത്തിന്റെ പുറത്താണ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ഡെത്ത് പണിഷ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. രാമചന്ദ്രമൂർത്തി പറയുന്നു, തീർപ്പായിട്ടുള്ള ഉത്തരം പറയുന്നു. നിന്റെ ശിക്ഷ എന്തിനു വേണ്ടിയിട്ടാണ് വാലി? നിനക്കറിയാമോ? നീ എന്ത് ചെയ്തിരിക്കുന്നു? കുലധർമ്മവും രാജധർമ്മവും അതിൽ നിന്നും
വ്യതിചലിച്ചിരിക്കുന്നു. കുലധർമ്മത്തിൽ നിന്നും രാജധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. ആ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ നീ മരണശിക്ഷയ്ക്ക് അർഹനാണ്. രാമചന്ദ്രമൂർത്തിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാലി ചെയ്യുന്നത്? സ്വന്തം തെറ്റുകളെ കുറിച്ച് ഒരു ബോധവുമില്ലാതെ നിഷ്കളങ്കനാണ് എന്നും പറഞ്ഞ് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി എന്ന ഡിസിപ്ലിനേറിയൻ, അതായത് കർക്കശമുള്ള നിയമത്തെ പരിപാലനം ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് വരും? ദേഷ്യം വരും, ഉറപ്പായിട്ടും വരും. അജ്ഞതയാണ് ആർക്ക്? സ്വന്തം തെറ്റുപോലും ബോധമില്ല വാലിക്ക്. എങ്ങനെയാണ് ശരിയാവുക? അപ്പൊ രാമചന്ദ്രമൂർത്തി പറയുകയാണ്, ഒരു രാജാവിന് എന്താണ് തെറ്റ് എന്താണ് ശരി എന്നറിയില്ല എന്നുണ്ടെങ്കിൽ രാജാവായിരിക്കാൻ യോഗ്യനല്ല. വാലി കിഷ്കിന്ധയിലെ രാജാവാണ്. എന്നിട്ട് എന്ത് തെറ്റ് എന്ത് ശരി എന്ന് വാലിക്ക് അറിയില്ലെങ്കിൽ അയാൾ രാജാവായിരിക്കാൻ യോഗ്യനാണോ? അല്ല. രാമൻ പറയുകയാണ്, മോശമായ ഒരു പെരുമാറ്റം ചെയ്യുന്ന ഒരു രാജാവിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. എന്ത് മോശമായ പെരുമാറ്റം? സ്വന്തം പുത്രിയോട്, സ്വന്തം സഹോദരന്റെ ഭാര്യയോട്, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയോട് മോശമായി പെരുമാറിയാൽ അത് തന്നെ മതി. എന്തിന്? ക്യാപിറ്റൽ പണിഷ്മെന്റ്, അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് തെറ്റ് എന്ന് പറയുന്നത്. എപ്പോഴാണോ നീ രുമയുടെ സമ്മതമില്ലാതെ, സുഗ്രീവന്റെ ഭാര്യ രുമയുടെ സമ്മതമില്ലാതെ അവളുടെ മേൽ കൈവച്ചത്, ആ നിമിഷത്തിൽ തന്നെ നീ വധശിക്ഷയ്ക്ക് അർഹനായിരുന്നു. വേറെ ഒരു ചർച്ചയും കൂടാതെ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. നിന്റെ സഹോദരന്റെ ഭാര്യ, പുത്രിയെ പോലെ കണക്കാക്കേണ്ട സഹോദരന്റെ ഭാര്യയെ നീ എന്ത് ചെയ്തിരിക്കുന്നു? അപമാനിച്ചതിലൂടെ അല്ലെങ്കിൽ കൈയടക്കിയതിലൂടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? നിന്റെ കുലധർമ്മമാണ് നീ തെറ്റിച്ചിരിക്കുന്നത്. കുലധർമ്മം. ശരി, ഇനി രണ്ടാമത്തത് എന്താണ്? രാജധർമ്മം. അതെന്താണ് രാജധർമ്മം എന്ന് പറയുന്നത്? രാമചന്ദ്രമൂർത്തി തുടരുകയാണ്. അനുജൻ അല്ലെങ്കിൽ ഇളയ സഹോദരൻ എന്ന് പറയുന്നതും വളരെ ഗുണവാനായിട്ടുള്ള ഒരു ശിഷ്യനും ആരെ പോലെ കണക്കാക്കണം? സ്വന്തം പുത്രനെ പോലെ ആയിരിക്കണം. നിന്റെ അനുജനായ സുഗ്രീവൻ തന്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയധികം പ്രാവശ്യം നിന്റെ കാൽക്കൽ വീണ് യാചിച്ചിട്ടും അവനോട് കാരുണ്യത്തോടെ അവന്റെ തെറ്റുകളെ ക്ഷമിച്ച് തിരികെ ചേർത്ത് നിർത്തുന്നതിന് പകരം നീ അവനെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചവിട്ടി പുറത്താക്കുകയുമാണ് ശ്രമിച്ചിരിക്കുന്നത്. സ്വന്തം അനുയായികളോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു രാജാവ് രാജധർമ്മത്തെയാണ് തെറ്റിച്ചിരിക്കുന്നത്. അങ്ങനെ നിന്റെ രാജ്യത്തോടുള്ള നിന്റെ രാജധർമ്മം, നിന്റെ വംശത്തോടുള്ള അല്ലെങ്കിൽ കുലധർമ്മവും രാജധർമ്മവും തെറ്റിച്ചിരിക്കുന്നു. ആരാണോ കുലധർമ്മവും രാജധർമ്മവും തെറ്റിച്ചിരിക്കുന്നത് അയാൾ കൊടും പാപിയാണ്. രാജാവ് അങ്ങനെയുള്ള ഒരാളെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പാപമേൽക്കുന്നത് രാജാവിനാണ്. അങ്ങനെയുള്ള പാപിയെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നത് അയാളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പണിഷ് ചെയ്യുന്നത് ആ പാപിയുടെ അല്ലെങ്കിൽ പാതകിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതാണ് ധർമ്മം. ഒരു രാജാവ് ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറില്ല, തീരുമാനങ്ങൾ എടുക്കാറില്ല. രാജാവ് മാനവ സംഹിതയോ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചോ ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ധർമ്മത്തിലെ ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? കുലധർമ്മവും രാജധർമ്മവും തെറ്റിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? വധശിക്ഷയ്ക്ക് അർഹരാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാളെ കൊന്നതുകൊണ്ട് രാജാവിനെ എന്ത് ചെയ്യുകയില്ല? പാപമേൽക്കുകയില്ല. കൊന്നില്ലെങ്കിലാണ് പാപമേൽക്കുന്നത്. കൊന്നില്ലെങ്കിൽ സ്വന്തം റെസ്പോൺസിബിലിറ്റി ഒരു ക്ഷത്രിയൻ ചെയ്തില്ല എന്ന പേരിൽ അയാൾക്ക് എന്തുണ്ടാവും? അയാൾ പാപിയായി മാറും. രാമചന്ദ്രമൂർത്തി വെർഡിക്റ്റ്, വിധി പറഞ്ഞു കഴിഞ്ഞു. വാലിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു അവസരത്തിൽ വാലിക്ക് എന്താണ് തിരിച്ചു പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും വാലി അവസാനമായിട്ട് മൃഗം എന്ന ആ ഒരു പരിഗണന തനിക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവസാനമായിട്ട് വീണ്ടും ചോദിക്കുകയാണ്. ഈ തരത്തിലുള്ള നിയമങ്ങളെല്ലാം വന്നിട്ട് മനുഷ്യ സമൂഹത്തിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ഞങ്ങളെപ്പോലെയുള്ള വാനര സമൂഹം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ജീവിതചര്യയുള്ള സമൂഹം എന്ന് പറയുന്നത് തോന്നുന്ന രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യരുടെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല.
വാലി വീണ്ടും വിക്ടിം കാർഡ് അല്ലെങ്കിൽ എന്താണ് ആനിമൽ കാർഡ് എടുത്തിട്ടപ്പോൾ എന്ത് ചെയ്യുകയാണ് രാമചന്ദ്രമൂർത്തി? വീണ്ടും പറയും, അവസാനമായിട്ട് പറയുകയാണ്, അല്ലയോ വാലി, നിനക്ക് താല്പര്യമുള്ളതുപോലെ ധർമ്മത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു തരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? 4 സമുദ്രങ്ങളിൽ പോയി ഗായത്രി മന്ത്രം ജപിച്ചിട്ട്, വാലി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. 4 സമുദ്രങ്ങളിൽ പോയി ഗായത്രി മന്ത്രം ജപിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നീ ധർമ്മിഷ്ഠനാണ്. അത്തരത്തിലുള്ള ധർമ്മത്തിന്റെ ആചരണങ്ങളൊക്കെ ചെയ്യുന്നു. അടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? നിന്റെ ആ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ എന്ന് പറയുന്നത് ആനിമലിനെ പോലെ അല്ലെങ്കിൽ മൃഗത്തെ പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നീ എന്ത് ചെയ്യുന്നു? ഞാൻ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതേസമയം ഇപ്പോ നീ മൃഗമാണെന്ന് പറഞ്ഞ് നിനക്ക് തോന്നുന്നത് പോലെ എന്ത് ചെയ്യുന്നു? ധർമ്മത്തിന്റെ ആ ഒരു കർക്കശമായിട്ടുള്ള ധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള വഴി ആലോചിക്കുന്നു. എന്നെ വ്യതിചലിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് നിന്നെ എന്ത് ചെയ്യുകയാണ്? നീ ആ വിക്ടിം കാർഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്? ഞാൻ വന്നിട്ട് ഇരയാണെന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. വാലി, എല്ലാവർക്കും അറിയാം നീ സാധാരണ ഒരു വാനരനല്ല, ഇന്ദ്രന്റെ മകനാണ്. ഇന്ദ്രന്റെ മകൻ സാധാരണ ഒരു വാനരനല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, അത്തരത്തിലുള്ള ഉന്നത ജന്മം എന്ന് പറയുന്നത് ഉയർന്ന റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങൾ കൂടി തരുന്നതാണ്. എപ്പോഴാണോ ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഉള്ളത്, നിന്റെ പ്രവർത്തികളെല്ലാം അത്തരുണത്തിൽ മറുപടി കൊടുക്കേണ്ടി വരും എന്ന് നീ അറിയേണ്ടതാണ്. വാലിക്ക് ഇനി ഒന്നും പറയാനില്ല. അവസാനമായിട്ട് വാലി പറഞ്ഞു, വാലി മൃഗമാണെന്ന് പറഞ്ഞു. പക്ഷെ മൃഗമാണ് എന്നതിന് എന്താണ് രാമചന്ദ്രമൂർത്തി പറഞ്ഞത്? തോന്നുന്ന സമയത്ത് നിനക്ക് മൃഗമാണെന്നും ധർമ്മിഷ്ഠനാണെന്നും പറയാൻ പറ്റില്ല. ധർമ്മത്തിനെ കുറിച്ച് എന്നെ ഉപദേശിക്കുമ്പോൾ നീ മൃഗത്തിന്റെ പരിഗണനയ്ക്ക് അർഹനല്ല. അത് മാത്രമല്ല, നീ വെറും മൃഗമല്ല. എന്താണ്? നീ വാനരനാണ്, ഇന്ദ്രന്റെ മകനായ വാനരനാണ്. അത്രയും ഉന്നതനായിട്ടുള്ള ഒരു ജന്മം ഉള്ളപ്പോൾ നിനക്ക് നിന്റെ പ്രവർത്തികൾക്ക് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് രാമചന്ദ്രമൂർത്തി നിർത്തി. വാലിക്ക് മനസ്സിലായി. വാലി കണ്ണുകൾ അപ്പോഴേക്കും അടച്ചു. എന്നിട്ട് വാലിക്ക് തൻ്റെ തെറ്റ് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇനി ഒന്നിനെക്കുറിച്ചും വാക്കുതർക്കം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് വാലിക്ക് മനസ്സിലായി. കാരണം ഒന്നും പറയാനില്ല. രാമചന്ദ്രമൂർത്തിക്ക് ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടിയുമുണ്ട്. വാലി ഒന്നുകൂടി കണ്ണടച്ച് ആ മറുപടികളെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ താൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് വാലിക്ക് തോന്നി. എന്ത് പണിഷ്മെൻ്റാണ് അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണോ രാമചന്ദ്രമൂർത്തി വിധിച്ചിരിക്കുന്നത്, ആ ശിക്ഷയ്ക്ക് അർഹനാണ് താനെന്ന് വാലിക്ക് മനസ്സിലായി. അങ്ങനെ സ്വന്തം രക്തത്തിൽ കുളിച്ച് വാലി കിടക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും രാമചന്ദ്രമൂർത്തിയുടെ മുഖത്തേക്ക് വാലി സൂക്ഷിച്ചു നോക്കുന്നത്. അവിടെ കണ്ടിരിക്കുന്ന ആ മുഖത്ത് കാണുന്ന ആ പരിശുദ്ധി എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലെ ആ അശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വാലിയെ പ്രാപ്തനാക്കുകയാണ്. രാവണനോട് എപ്പോഴാണോ വാലി കൂട്ടുകൂടിയിരിക്കുന്നത്, എന്തിനാണ് വാലി ഭൗതിക ലോകത്തിൽ വന്നത്? ഇന്ദ്രന്റെ മകനായിട്ടും സൂര്യന്റെ മകനായിട്ടും വാലിയും സുഗ്രീവനും ഒക്കെ എന്തിനാണ് കിഷ്കിന്ധയിൽ ജനിച്ചത്? രാമചന്ദ്രമൂർത്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ലീലയിൽ വന്നിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലീലയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി? അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എപ്പോഴാണോ വാലി രാവണന്റെ ഫ്രണ്ടായി മാറിയത്, നമുക്ക് ആ കഥ അറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു. എപ്പോഴാണോ വാലി രാവണന്റെ സുഹൃത്തായി മാറിയത്, അന്ന് മുതൽ ശക്തിയുടെ ഭാഷ, അതിൻ്റെ ടേസ്റ്റ്, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ, കാർണൽ പ്ലഷർ, അതായത് ശാരീരികമായിട്ടുള്ള സുഖഭോഗങ്ങളിലെല്ലാം വീണുപോയി. വാലി വീണുപോയി. എന്നിട്ട് ഈ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ഏത് അറ്റം വരെയും പോയി ഇതിനെ നേടുക എന്നുള്ള രാവണന്റെ ചിന്താഗതിയാണ് ആർക്ക് വന്നിരിക്കുന്നത്? വാലിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം സഹോദരന്റെ ഭാര്യയെ പോലും വാലി അവളുടെ ഇഷ്ടമില്ലാതെ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിതയാക്കിയതും സ്വന്തം സഹോദരനെ ചവിട്ടിപ്പുറത്താക്കിയതും. അത് വന്നിട്ട് ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ തെറ്റാണ് സുഗ്രീവൻ ചെയ്തിരിക്കുന്നത്. അതും സുഗ്രീവൻ വന്ന് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചതാണ്. എന്നിട്ടും സുഗ്രീവനോട് എന്ത് ചെയ്തില്ല? ക്ഷമിച്ചില്ല. അത് മാത്രമല്ല അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇതെല്ലാം വന്നിട്ട്
താൻ ആ ധർമ്മത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറം പോയി ചെയ്ത കാര്യമാണെന്ന് ഇപ്പോഴാണ് വാലിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വാലിയുടെ ഹൃദയത്തിൽ പശ്ചാത്താപമുണ്ടായി. ഇപ്പോൾ വാലിയെ രാമചന്ദ്രമൂർത്തിയെ നോക്കുന്നു. അവിടെ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. നന്ദി മാത്രമേ വാലിക്ക് രാമചന്ദ്രമൂർത്തിയോടുള്ളൂ. ശരിക്കും അപ്പോഴാണ് ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാലി ബോധവാനാകുന്നത് തന്നെ. ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ എന്ത് സംഭവിച്ചിരുന്നു, അറിയാണ്ട് കൈകൂപ്പിപ്പോയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം മറന്നുകൊണ്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് വാലി ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം കേട്ട് പശ്ചാത്തപിച്ചതിന് ശേഷം വാലി രാമചന്ദ്രമൂർത്തിയെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വതവേ നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ആദരവ് തിരിച്ചു വരികയും അദ്ദേഹം നന്ദിയോടുകൂടി രാമചന്ദ്രമൂർത്തിയുടെ നേരെ കൈകൂപ്പുകയും ചെയ്യും. നമ്മൾ ചോദിക്കും, എന്തിനാണ് മറഞ്ഞിരുന്ന് വാലിയെ അമ്പെയ്തത് എന്ന്. ഇത്രയെല്ലാം നമ്മൾ കേട്ടു, നമ്മൾക്ക് അതിൻ്റെ എല്ലാം ഉത്തരം മനസ്സിലായി. എങ്കിലും ആചാര്യന്മാർ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തത് എന്തിനാണ് എന്ന് ആചാര്യന്മാർ 4 റീസൺസ് പറയുന്നുണ്ട്. ഒന്ന്, ഇന്ദ്രൻ്റെ വരം. ഇന്ദ്രൻ ആരാണ്? ദേവന്മാരുടെ രാജാവാണ്. ഇന്ദ്രൻ്റെ വരം വാലിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ പെൻഡന്റ് അല്ലെങ്കിൽ ആ മാല എന്ന് പറയുന്ന രത്നമാല എന്ന് പറയുന്നത് ഇന്ദ്രനാണ് കൊടുത്തത്. ഇന്ദ്രൻ എന്താണ് ചെയ്തിരിക്കുന്നത്? വാലിയുടെ കഴുത്തിൽ ആ മാല ഇട്ട് കൊടുത്തിട്ട് തൻ്റെ എതിരാളി, അതായത് തന്നോട് ഫൈറ്റ് ചെയ്യുന്ന ആളുടെ പകുതി ശക്തി എന്ത് ചെയ്യും, വാലിക്ക് വന്നു ചേരുമെന്ന് പറയും. അപ്പോൾ രാമചന്ദ്രമൂർത്തി നേരെ വന്ന് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ രാമചന്ദ്രമൂർത്തിയുടെ പകുതി ശക്തി വാലിക്ക് താങ്ങാൻ പറ്റുമോ? രാമചന്ദ്രമൂർത്തിക്ക് തൻ്റെ പകുതി ശക്തി പോയാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണ്, അത്രയ്ക്കും ശക്തിമാനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ അല്ലെങ്കിൽ ഭഗവാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 1% പോലും, ഈവൻ ഹനുമാന്റെ പോലും പകുതി ശക്തി താങ്ങാൻ വേണ്ടി വാലിക്ക് കെൽപ്പുണ്ടായിരുന്നില്ല. വാലിയുടെ ശരീരത്തിൽ ഏറ്റില്ല. അതുകൊണ്ട് ബോധം കിട്ടി വീണ കഥ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വയം ഭഗവാൻ വന്നിട്ട് വാലിയുടെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ആ പകുതി ശക്തി വാലിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിയുടെ ശരീരം താങ്ങുകയില്ല. ഇന്ദ്രൻ്റെ വരം, അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? മറഞ്ഞിരുന്നു, നേർക്കുനേരെ വന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പാപിയെ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം, ശിക്ഷിക്കുകയും വേണം. ഈ രണ്ടും ചെയ്യണം. വാലി തെറ്റുകാരനാണ് എന്ന് വാലിക്കറിയാം. പക്ഷേ രാമൻ്റെ ശക്തിയെക്കുറിച്ച് വാലിക്ക് നല്ല ബോധ്യവുമുണ്ട്. അംഗദനും ആരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, താരയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ബോധ്യമാണ്. അപ്പോൾ ചിലപ്പോൾ ശരണം പ്രാപിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? രാമൻ വന്നിട്ട് പാപിയായ ഒരു വ്യക്തിക്ക് ശരണം കൊടുത്തേനെ, പക്ഷെ തെറ്റിന് ശിക്ഷ കൊടുത്തില്ല. പിന്നെ എങ്ങനെയാണ് അയാളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുക? അത് മാത്രമല്ല, അഥവാ അഭയം കൊടുത്തില്ല, നീ പാപിയാണ്, നിനക്ക് ഞാൻ അഭയം തരികയില്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അത്രയ്ക്ക് ഉദാരവാനായിട്ടുള്ള ആ വ്യക്തിത്വത്തിന് അത് ശോഭയേകുന്ന കാര്യവുമല്ല. അപ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാതംഗ ഋഷിയുടെ കഴ്സുണ്ടല്ലോ വാലിക്ക്. അങ്ങനെയാണെങ്കിൽ വാലിയെ നേരെ ഋഷ്യമുഖ പർവ്വതത്തിലേക്ക് ഓടിച്ച് കയറ്റിയാൽ പോരായിരുന്നോ? തന്നെ വാലി മരിച്ചു പോകില്ലായിരുന്നോ? പക്ഷേ രാമചന്ദ്രമൂർത്തി ആ കഴ്സിനെ ഒന്നും എന്ത് ചെയ്തില്ല, ശാപത്തിനെ ഒന്നും വന്നിട്ട് എന്ത് ചെയ്യാൻ തോന്നിയില്ല രാമചന്ദ്രമൂർത്തിക്ക്. ആ സമയത്ത് ഇത് ചെയ്യാൻ തോന്നിയില്ല. ആ സമയത്ത് രാമചന്ദ്രമൂർത്തിയുടെ പ്രത്യേകത എന്താണ്? പണിഷ്മെന്റ് ആൻഡ് പ്യൂരിഫൈ, ശിക്ഷിക്കുക, പരിശുദ്ധനാക്കുക. ഇത് രണ്ടുമാണ് വാലിയോടുള്ള ആ യുദ്ധത്തിൽ നിന്നും രാമചന്ദ്രമൂർത്തി ചെയ്തത്. ഇനി മൂന്നാമത്തെ റീസൺ, രാമചന്ദ്രമൂർത്തി സുഗ്രീവന് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. എന്താണ്? സ്വന്തം ഭാര്യയെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുമെന്ന്. ഒരേപോലത്തെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് നമ്മൾ രണ്ടുപേരും, അതുകൊണ്ട് പരസ്പരം സഹായിക്കേണ്ടതാണ്. സുഗ്രീവൻ പറഞ്ഞു, എൻ്റെ ഭാര്യയെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് സഹായിക്കുക, ഞാൻ അങ്ങയുടെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ സഹായിക്കാം. ഇതല്ലേ സുഗ്രീവൻ പറഞ്ഞത്. അപ്പോൾ രാമചന്ദ്രമൂർത്തി ആർക്ക് വാക്ക് കൊടുത്തു? സുഗ്രീവന് വാക്ക് കൊടുത്തു, നിന്റെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടി, അങ്ങയുടെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ സഹായിക്കാമെന്ന്. വാലിയെ പണിഷ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? വാലിയെ റുമയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചേനെ. വാലിക്ക് ആശ്രയത്വം കൊടുത്ത് വാലിയെ പണിഷ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ റുമയെ തിരിച്ചു കിട്ടാം എന്നുള്ള, അല്ലെങ്കിൽ റുമയെ തിരിച്ചു കൊടുക്കാം എന്നുള്ള സുഗ്രീവനോടുള്ള വാക്കും രാമചന്ദ്രമൂർത്തിക്ക് പാലിക്കാൻ പറ്റുകയായിരുന്നില്ല. പിന്നെ വാലിയെ നേരെ പോയി ചെന്ന് എതിരിട്ടിരുന്നെങ്കിൽ വാലി എന്ത് ചെയ്താൻ? ആ രാജ്യത്തെ രാജാവാണ്.
ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ വാനര സൈന്യത്തെയും വിളിച്ചുകൊണ്ട് ആര് വന്നേനെ? വാലി വന്നേനെ. കാരണം രാജാവിൻ്റെ കൂടെയാണല്ലോ വാനര സൈന്യം ഉണ്ടാവേണ്ടത്. എന്ത് സംഭവിക്കും? ആ രാജ്യത്ത് അപരാധിയായിട്ടുള്ള ആകെ ഒരു വ്യക്തിയേ ഉള്ളൂ, വാലി. ബാക്കിയുള്ള കുരങ്ങന്മാരും വാനരന്മാരും ഒന്നും വന്നിട്ട് അപരാധികളല്ല, വെറുതെ രക്തച്ചൊരിച്ചിലാണ്. അത്രയും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തിയെ തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ വാലിയെ മാത്രമാണോ രാമൻ വധിക്കുക? അല്ല, ആ കൂടെയുള്ള ആൾക്കാരെ എല്ലാം രാമന് വധിക്കേണ്ടി വന്നേനെ. അത്രയും നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ വധിച്ചിട്ട് എന്തിനു വെറുതെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നു? അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചില്ല? രാമചന്ദ്രമൂർത്തി അതിന് തൽപരനായിരുന്നില്ല. അതുകൊണ്ട് രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു? വാലിയെ മാത്രം മറഞ്ഞിരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ലങ്കയിൽ പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് കാര്യം. ലങ്കയിൽ മൊത്തം ആൾക്കാരും അധർമ്മികളാണ്. അതുകൊണ്ടാണ് നേരെ ലങ്കയിലേക്ക് പോയിട്ട് അവിടെ ഒരു യുദ്ധം നടന്നതും. വാലി എന്ത് ചെയ്യുകയാണ്? വാലി രാവണനോടൊപ്പം ചേർന്നിട്ട്, അല്ലെങ്കിൽ രാവണന്റെ കൂട്ടുകാരനായിട്ട് ലങ്കയെ വന്നിട്ട് കിഷ്കിന്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ രാമചന്ദ്രമൂർത്തിക്ക് എന്താണ്? വാലി എന്ന ഒറ്റ അധർമ്മിയെ വധിച്ചാൽ മതി. ഇതാണ് 4 റീസൺസ്. ഒന്ന് എന്താണ്? ഇന്ദ്രന്റെ വരത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി. 2, വാലിക്ക് പണിഷ്മെന്റ് കൊടുത്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. 3, സുഗ്രീവന് രുമയെ തിരിച്ചു കൊടുക്കാം എന്നുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി. 4, അധർമ്മിയായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മൊത്തം ജനങ്ങളെയും കുരുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മറഞ്ഞിരുന്ന് വാലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ റീസൺസ് വന്നിട്ട് നന്നായി മനസ്സിലാക്കണം. ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും അധർമ്മത്തിൻ്റെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ആദ്യം നമുക്ക് മനസ്സിലാകണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഭഗവാനെ കുറിച്ച് ഇപ്രകാരം ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആചാര്യന്മാരുടെ ആ റിയലൈസേഷന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം രാമായണത്തിൽ നിന്നും സംശയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ആചാര്യന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ വിശദീകരണം വായിക്കുക, മനസ്സിലാക്കുക. അത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വെറുതെ വാക്ക് തർക്കത്തിന് വരുന്നവരോട് പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്. അതായത് നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്നത് എന്താണ് ഈ ആശയക്കുഴപ്പം. നമ്മൾക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് കൂടുതൽ ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.